കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള ലിബ്രെഓഫീസ് കാൽക്കിലെ പിവോട്ട് ടേബിൾ എന്ന പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കുറേ പ്രോഡക്റ്റുകളും അതിൻ്റെ സെയിൽസ് വോള്യവും അത് സെയിൽസ് നടത്തിയിട്ടുള്ള കൺട്രീസിൻ്റെ പേരുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പിവോട്ട് ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിബ്രെഓഫീസ് കാൽക്കിൽ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പല റിപ്പോർട്ടുകളും ഈ പിവോട്ട് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കാദ്യം ലിബ്രെഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ, ഓഫീസ്, ദെൻ ലിബ്രെഓഫീസ് കാൽക്ക്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റകളെല്ലാം തന്നെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ നമുക്കറിയാം, ഒന്നാമത്തെ സെല്ലിൽ സീരിയൽ നമ്പർ, അതേപോലെ B1 പ്രോഡക്റ്റ്, C1 സെയിൽസ് വോള്യം, ദെൻ D1 കൺട്രി. A1 മുതൽ D7 വരെയുള്ള സെല്ലുകളിലാണ് നമ്മൾ ഈ ഡാറ്റകൾ എൻ്റർ ചെയ്യേണ്ടത്. A1 മുതൽ D7 വരെയുള്ള സെല്ലുകളിൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഇനിയാണ് നമ്മൾ പിവോട്ട് ടേബിൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പിവോട്ട് ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പിവോട്ട് ടേബിൾ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഈ ഡാറ്റ മുഴുവനായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. A1 മുതൽ D7 വരെയുള്ള സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്തു. എന്നതിന് ശേഷം ഡാറ്റ എന്ന മെനുവിലൂടെ പോയി പിവോട്ട് ടേബിൾ എന്ന ഈ ഒരു ടാബിലൂടെ വന്ന് ക്രിയേറ്റ് പ്രസ് ചെയ്യാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ സെലക്ഷൻ നമുക്ക് ഉൾപ്പെടുത്താം. അതല്ല എങ്കിൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് കറണ്ട് സെലക്ഷൻ എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ നൽകാം. ഇവിടെ പിവോട്ട് ടേബിൾ എങ്ങനെയൊക്കെയാണ് നമുക്കിതിൽ ഡാറ്റകൾ സോർട്ട് ചെയ്ത് വരേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയുന്നതാണ്. ഇവിടെ കോളം ഫീൽഡ് ഉണ്ട്, റോ ഫീൽഡ് ഉണ്ട്, ഡാറ്റ ഫീൽഡ് ഉണ്ട്. കോളം ഫീൽഡ് എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഹെഡിങ്ങോ അല്ലെങ്കിൽ കോളം ഏത് ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് വരേണ്ടത്. റോ ഫീൽഡ് എന്ന് പറയുന്നത് റോ ഏത് ഡാറ്റകൾ അടിസ്ഥാനമാക്കിയാണ് വരേണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ടിങ്ങിൻ്റെ രൂപത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ഫീൽഡ് നമുക്കിവിടെ റൈറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ആ പ്രോഡക്റ്റുകൾ അതിൽ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റോ ഫീൽഡിലേക്ക് മാറ്റണം. നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് റോ ഫീൽഡിലേക്ക് നമ്മൾ പ്രോഡക്റ്റിനെ ആഡ് ചെയ്തു. എന്നതിന് ശേഷം നമുക്ക് കൺട്രി കോളം ഫീൽഡിലേക്ക് നമ്മൾ കൺട്രി എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് സെയിൽസ് വോള്യം നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഫീൽഡിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സെയിൽസ് വോള്യം നമുക്ക് ഡാറ്റ ഫീൽഡിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമുക്കിത് ഓക്കെ അടിക്കാം. ഇവിടെ നമ്മൾ ചെയ്തത് റോ ഫീൽഡിൽ നമ്മൾ പ്രോഡക്റ്റ് കൊണ്ടുവന്നു, കോളം ഫീൽഡിൽ നമ്മൾ കൺട്രി കൊണ്ടുവന്നു, ഡാറ്റ ഫീൽഡിൽ നമ്മൾ സെയിൽസ് വോള്യം കൊണ്ടുവന്നു. അപ്പോൾ ഞാനിവിടെ എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്കൊരു പിവോട്ട് ടേബിൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം, പ്രോഡക്റ്റുകളെല്ലാം തന്നെ റോകളിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ കോളം ഫീൽഡിലെല്ലാം തന്നെ കൺട്രിയാണ് വന്നിട്ടുള്ളത്. കൺട്രി വൈസ് ടോട്ടൽ നമുക്കിവിടെ കിട്ടും. അതേപോലെ പ്രോഡക്റ്റ് വൈസ് ടോട്ടൽ നമുക്കിവിടെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പിവോട്ട് ടേബിൾ ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ഈ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് നിലവിലിപ്പോൾ ഇവിടെ റോ ഫീൽഡുകളായിട്ടുള്ളത് പ്രോഡക്റ്റുകളാണ്, കോളം ഫീൽഡ് ആയിട്ടുള്ളത് കൺട്രീസാണ്. അപ്പോൾ ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് കോളം ഡ്രാഗ് ചെയ്ത് റോ ഫീൽഡിലേക്കും പ്രോഡക്റ്റിനെ ഡ്രാഗ് ചെയ്ത് കോളം ഫീൽഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫോർമാറ്റ് ചേഞ്ച് ആകുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബയോ ടേബിളിൻ്റെ ലേഔട്ട് ചേഞ്ചായി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ബയോ ടേബിൾ എന്ന് പറയുന്നത്. നമ്മളാദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള ഡാറ്റകളെല്ലാം തന്നെ ഒരു കാൽക്ക് ഷീറ്റിൽ വർക്ക് ഷീറ്റിൽ എൻ്റർ ചെയ്യുക. എന്നതിന് ശേഷം ആ ഡാറ്റകളെല്ലാം തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കാൽക്കിലുള്ള ഡാറ്റ എന്ന മെനുവിലൂടെ പോയി പൈവോട്ട് ടേബിൾ എന്ന മെനുവിലൂടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റയിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, കോളത്തിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഡാറ്റ ഫീൽഡ് നമ്മൾ ഏതിനെ സെയിൽസ് വോളിയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോട്ടൽ ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഡാറ്റ ഫീൽഡിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. വളരെ എളുപ്പം നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും ഓട്ടോമാറ്റിക് അപ്ഡേഷനൊക്കെ ഇതിൽ സാധ്യമാകുന്നതാണ്.